എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കക്കൂസ് മാലിന്യം പൊട്ടിയൊലിച്ച നിലയിൽ. മാലിന്യം റോഡിലേക്ക് ഒഴുകിയിറങ്ങിയതോടെ വഴിയാത്രക്കാരും പ്രതിസന്ധിയിലാണ്. ഒരാഴ്ചയായിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, എന്താണ് ഇത് പരിഹരിക്കാൻ ആശുപത്രി അധികൃതർക്ക് മുന്നിലുള്ള തടസ്സം എന്താണ്? ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 4 ദിവസത്തിലധികമായി ഈ കക്കൂസ് മാലിന്യം പൊട്ടിയൊലിച്ച് ആ റോഡിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട്, അതായത് പ്ലാസ്റ്റിക് വന്നടിച്ചതാണ് മാലിന്യ പൈപ്പിന് ബ്ലോക്ക് ആവാൻ കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഈ പൈപ്പിൽ നിന്നും എടുത്തു മാറ്റണം, പൈപ്പ് മാറ്റേണ്ടതുണ്ട്. അതിനുള്ള ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളതൊക്കെയാണ് ചില തടസ്സവാദങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, കളമശ്ശേരി മെഡിക്കൽ കോളേജ് ICUവിന് സമീപത്തുള്ള സേഫ്റ്റി ടാങ്കിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ വെള്ളം അവിടെ നിന്നും ഒലിച്ച് പോകുന്നത് തീവ്രപരിചരണ വിഭാഗത്തിന് സമീപത്തേക്കാണ്. അവിടെ ഈ വെള്ളം എത്തുകയും ആ വെള്ളം പ്രദേശമാകെ പടർന്നു പോവുകയും ഒപ്പം തന്നെ ഇപ്പോൾ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വെള്ളത്തിൽ ചവിട്ടി വേണം ആശുപത്രിയിലേക്ക് പല ആളുകളും പോകാനായിട്ട്. മാത്രമല്ല, അതുവഴി വാഹനങ്ങൾ പോകുമ്പോൾ ഈ വാഹനങ്ങൾ പോകുന്ന വേഗതയിൽ ഈ വെള്ളം പല മനുഷ്യരുടെയും മേത്തേക്ക് തെറിച്ചു വീഴുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയില്ലെങ്കിൽ സ്വാഭാവികമായും ആശുപത്രിയിൽ എത്തുന്ന ആളുകളുടെ അല്ലെങ്കിൽ രോഗികളുടെ രോഗം മൂർച്ഛിക്കാനാണ് സാധ്യതയുള്ളത്. മാത്രമല്ല, രോഗികളല്ലാതെ വരുന്ന ആളുകളും രോഗം പിടിപെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. എന്തായാലും 4 ദിവസമായിട്ട് ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ലക്ഷ്മി, കക്കൂസ് മാലിന്യം പൊട്ടിയൊലിച്ച നിലയിലാണ് ഉള്ളത്. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഈ ദുരവസ്ഥ. സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നാട് നടുങ്ങിയ അപകടം.